السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله وما توفيق إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാം പകർത്തിയെടുക്കേണ്ട ചില ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാഫിയായ ഇൽമ് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അമൽ ചെയ്യാനും അത് പകർന്നു കൊടുക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശകാ ജൂഅൻ വലാ അത്ഷൻ ലാ ഫീ കിബരിഹി വലാ ഫീ സിഗരിഹി. സയ്യിദത്തുന ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദാഹമുള്ള സമയത്തോ വിശപ്പുള്ള സമയത്തോ പരാതി പറയുന്നതായിട്ട് തീരെ കണ്ടിട്ടില്ല. ലാഫി കിബരിഹി വലാഫി സിഗരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പ്രായത്തിലും വലുപ്പത്തിലും ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ, വിശപ്പ് അനുഭവിക്കുന്നതിൻ്റെ പേരിൽ, കുടിക്കാൻ ജീവജലം ദാഹജലം ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കടം പറയുന്നതായിട്ട് പരാതി പറയുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. വകാന യഗ്ദു ഇദാ അസ്ബഹ ഫയശ്രിബു മിൻ മാഇ സംസം ശുർബത്തൻ. രാവിലെ ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം സംസം മാഉ സംസം കുടിക്കും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തങ്ങൾക്ക് അത് മാത്രം മതിയാകും, വേറെ ഒന്നും തങ്ങൾ കുടിക്കാറില്ല ഭക്ഷിക്കാറില്ല എന്ന് സയ്യിദത്തുന ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുകയാണ്. എന്ത് നല്ല ജീവിതം, എന്ത് നല്ല മാതൃകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതേ ശീലമായിരിക്കണം നമുക്കും. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളുമൊക്കെ നമ്മെ തേടിയെത്തുമ്പോൾ ഇതൊക്കെയും യജമാനനായ സ്നേഹനിധിയായ റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണം. ദാരിദ്ര്യത്തിൻ്റെ പേരിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും പിരിമുറുക്കത്തിൻ്റെയും ഒക്കെ പേരിൽ ദൈനംദിനം പരാതി പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടകങ്ങളിൽ അടുക്കളകളിൽ ഒക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ശീലങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പുതിയ കാലത്ത് ഹോസ്പിറ്റലും രോഗവും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ഒരു പുതിയ മാഫിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തൊന്നും നമ്മൾ കേൾക്കാത്ത പേരുകളിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ഭക്ഷണക്രമത്തിലും നമ്മുടെ സംസ്കാരങ്ങളിലും ശീലങ്ങളിലുമൊക്കെ വന്നുപോയ യൂറോപ്യൻ്റെ മാറ്റങ്ങളാണ് ഇതിനൊക്കെ കാരണം. തിരുസുന്നത്തുകളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നതിന് പകരം യൂറോപ്യൻ വെസ്റ്റേൺ സംസ്കാരങ്ങളെ, സിവിലൈസേഷനുകളെ, കൾച്ചറുകളെ നാം സ്വീകരിക്കുകയും യഥാർത്ഥമായ തന്നതായ പാരമ്പര്യമായ ദീനിൻ്റെ സംസ്കാരങ്ങളെ, സുന്നത്തുകളെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇതൊക്കെ നമ്മിലേക്ക് വന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് മാംസം ഇറച്ചി ഭക്ഷിക്കേണ്ടത്. അതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. തിബ്ബുൻ നബവിയും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അൻ യഹ്യ ബിൻ സഈദ് അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ ഇടക്കിടക്ക് അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ പറയും, ഇയ്യാക്കും വല്ലഹ്മ, ഇയ്യാക്കും നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, വല്ലഹ്മ ഇറച്ചിയെയും നിങ്ങൾ സൂക്ഷിക്കുക. കാരണം എന്താണ്? ഫഇന്ന ലഹു ളറാറതൻ കളറാവത്തിൽ ഖംർ. കള്ള് കുടിച്ചാൽ എന്തൊക്കെ ഇടങ്ങേറുണ്ടാകുമോ, കള്ളുകുടി കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ലൊറുകളും നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന്, അവയവങ്ങൾക്ക്, ഹൃദയങ്ങൾക്ക്, മസ്തിഷ്കത്തിനൊക്കെ സംഭവിക്കുമോ, അതുപോലെയാണ് ഇറച്ചിയും മാംസവും എന്നുള്ളത്. അതും കള്ളുപോലെ ധാരാളം ഉപദ്രവങ്ങൾ അത് പതിവാക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് ഇറച്ചി വല്ലാതെ കഴിക്കുന്നതിന്, ഇറച്ചി അധികമായി ഭക്ഷിക്കുന്നതിന്, നിരന്തരമായി കണ്ടിന്യൂസായി കഴിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേർഷ്യൻ രാജാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി ഒരു ഡോക്ടറെ, ഒരു വൈദ്യനെ നൽകുകയാണ്. മദീനയിലേക്ക് സ്വഹാബത്തിനും മദീനയിലെ രോഗികളെയും ഒക്കെ ചികിത്സിക്കാൻ വേണ്ടി, സൗജന്യമായി ചികിത്സിക്കാൻ വേണ്ടി സമ്മാനം, ഗിഫ്റ്റ് എന്ന നിലക്ക് പേർഷ്യൻ രാജാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലേക്ക് ഒരു ഡോക്ടറെ സമ്മാനമായി കൊടുക്കുന്നു. ആ ഡോക്ടർ മദീനയിൽ വന്ന് താമസം ആരംഭിച്ചു. ദിവസവും അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കും, രോഗികൾ വരാൻ, അവരെ ചികിത്സിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. എല്ലാ സന്നദ്ധതയോടും കൂടെ, എല്ലാ മരുന്നുകളും ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെയായി അദ്ദേഹം മദീനയിൽ താമസിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിൽ നിന്ന് പോവുകയാണ്. എന്താ കാരണം? ഞാൻ ഇവിടെ 3 മാസമായി തങ്ങാൻ തുടങ്ങിയിട്ട്, വരാൻ തുടങ്ങിയിട്ട്, നിൽക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഈ 3 മാസത്തിൻ്റെക്ക് ഒരൊറ്റ രോഗി പോലും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഒരൊറ്റ രോഗിയെപ്പോലും, രോഗത്തെപ്പോലും ഈ മദീനത്ത് കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രോഗവും ഇല്ലാത്ത ഈ മദീനയിൽ എൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഡോക്ടർ, ആ വൈദ്യൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പോകാൻ നേരത്തെ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താണ് ഇതിൻ്റെ സിർറ്, എന്താണ് ഇതിൻ്റെ രഹസ്യം? 3 മാസം ഞാൻ ഇവിടെ നിന്നിട്ട് ഒരൊറ്റ ചെറിയ രോഗിയെപ്പോലും, ഒരു രോഗത്തിൻ്റെ അംശം പോലും മദീനത്ത് കാണാൻ, മദീനത്ത് കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് മദീനക്കാർക്ക് ആർക്കും രോഗമില്ലാത്തത്, ആരും രോഗികളാകാത്തത്, രോഗം ഈ നാട്ടിലേക്ക് തന്നെ വരാത്തത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ വഇദാ അകൽനാ ലാ നശ്ബഅ വഫി അവ്വലി റീഖിനാ മാഉ സംസം. എന്ത് നല്ല വാക്കാണത്! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹ്നു ഖൗമുൻ, ഞങ്ങളൊരു സമൂഹമാണ്, ഞങ്ങളൊരു സമുദായമാണ്. ലാ നഅകുലു ഹത്താ നജൂഅ, വിശക്കുമ്പോഴല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് ഞങ്ങൾക്ക് രോഗമില്ലാത്തതിൻ്റെയും മദീനയിൽ രോഗികളില്ലാത്തതിൻ്റെയും രഹസ്യം. ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കൂ, വിശപ്പില്ലെങ്കിൽ ഭക്ഷണമില്ല. ദാഹിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കൂ, ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കാറുമില്ല. വൈദാക്കൽന, ഞങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ, തിന്നുകയാണെങ്കിൽ, ലാ നശ്ബൗ, ഞങ്ങൾ വയറ് നിറക്കാറില്ല, അല്പം ഒഴിച്ചിടും. ആ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്. വഫി അവ്വലി റീഖിനാ മാഉ സംസം, ഞങ്ങൾ ആദ്യമായി തൊണ്ടക്കുയിലേക്ക് ഇറക്കാറുള്ളത് അല്പം, ഒരു തുള്ളി സംസമാണ്, സംസം വെള്ളമാണ്. സംസമോ ഫീ ശിഫാഉ ലികുല്ലി ദാ, സംസം എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരിക്കണം നമ്മുടെ മാതൃക. ഇത് ഗോൾഡൻ റൂൾസ് ആണ് ലൈഫിൻ്റെ. നമ്മളേറെ ശ്രദ്ധിക്കണം. ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ വയറ് നിറക്കാതെ അല്പം ഒഴിച്ചിട്ട് കാലിയാക്കി ഭക്ഷിക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കുക.
അല്പം സംസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക. ഇതൊക്കെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ജീവിത ശൈലികളെയും മെച്ചപ്പെടുത്താൻ, പുരോഗമിപ്പിക്കാൻ ഏറെ കാരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകകളെ, അവിടുത്തെ ശീലങ്ങളെ ശ്രദ്ധിക്കണം, നമ്മളേറെ കൊണ്ടു നടക്കണം. അതൊക്കെയും ജീവിത വിജയത്തിൻ്റെ രഹസ്യമാണ്, അത് വിജയത്തിൻ്റെ രസതന്ത്രമാണ്, മന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇതുപോലെ എല്ലാ വിഷയത്തിലും, എല്ലാ സമയത്തിലും, എല്ലാ സാഹചര്യത്തിലും മാതൃകയാണ്. ആ മാതൃകയെ പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാ വിഷയത്തിലും മാതൃകയുണ്ട്. അതോടൊപ്പം നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക എന്നത്. ഒന്നുകിൽ ഭക്ഷണത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആയിരിക്കണം നമ്മുടെ വെള്ളം കുടിക്കുന്ന സ്വഭാവം നമ്മൾ കൊണ്ടുവരേണ്ടത്. അതുപോലെ നമ്മളെ മുമ്പിൽ അല്പം ഭക്ഷണവും വെള്ളവും കൊണ്ടുവച്ചു, നമ്മൾ ഏതാണ് അതിൽ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്? അതിലും തിരുനബിയുടെയും ഖുർആനിൻ്റെയും ഒരു മാതൃക നമുക്കുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, കുലു വശ്റബു, നിങ്ങൾ ഭക്ഷിക്കൂ, പിന്നെ നിങ്ങൾ കുടിക്കും. അപ്പം ഒരു ബിസ്ക്കറ്റും ഒരു ഗ്ലാസ് ചായയും കൊണ്ടുവച്ചാൽ ആദ്യം ചായ കുടിക്കുന്നതിന് പകരം ഒരു ബിസ്ക്കറ്റ് എടുത്ത് വായിലിടുക, ഭക്ഷിക്കാൻ തുടങ്ങുക, എന്നിട്ട് ചായ കുടിക്കുക. അപ്പോഴേ കുലു വശ്റബു എന്ന കൽപ്പന അനുസരിക്കലായി മാറുകയുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങുകൾ, ചെറിയ ചെറിയ ഒറ്റമൂലികൾ, ചെറിയ ചെറിയ ശീലങ്ങൾ, ഇത് നമുക്ക് നൽകുന്നത് വലിയ വലിയ ബെനിഫിറ്റ്സുകളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ, പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെ, പെരുമാറ്റച്ചട്ടങ്ങളെ അള്ളാഹു നന്നാക്കി തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ കൊണ്ടുപോകാൻ, ഇത്തിബാ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ക്ലാസ്സിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളെ നിറവേറ്റട്ടെ, അസുഖങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.